ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ദേവീ മഹാമായേ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണീ നമോസ്തുതേ. ആദ്യമായി പറഞ്ഞോളട്ടെ, ഇതുപോലുള്ള കഥകളൊന്നും ആർക്കും താല്പര്യമില്ലാന്ന് എനിക്കറിയാം. മറ്റു വല്ല ചളം ആണെങ്കിൽ എത്രയാ പറയണ്ട, ലൈക്ക് എത്ര, സബ്സ്ക്രൈബ് എത്ര എന്ന് ഞാൻ കാണുന്നത് തന്നെ. എനിക്കേതായാലും അങ്ങനെയൊന്നുള്ള പരിപാടിയാക്കാൻ താല്പര്യമില്ല. ഇത് എൻ്റെ ഒരു നിയോഗം പോലെ ഞാനിങ്ങനെ ഏതായാലും ഞാൻ ഈ ദേവി ഭാഗവതം കഥ പറഞ്ഞ് പൂർത്തിയാക്കാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. താല്പര്യമുള്ളവർ കേൾക്കട്ടെ. ഇന്ന് ത്രിശങ്കുവിന്റെ വിശ്വാമിത്രന്റെ സമാഗമാണ് വർണ്ണിക്കുന്നത്. സത്യവ്രതന്റെ ആജ്ഞയനുസരിച്ച് മന്ത്രിമാരെന്ത് ചെയ്തു പറഞ്ഞാല് ഹരിശ്ചന്ദ്രന്റെ അഭിഷേകം നടത്തി രാജാവാക്കി വാഴിച്ചു. അത് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് ത്രിശങ്കു ചണ്ടാലദേഹം കൈവിട്ടത് ഗുരുവിന്റെ പ്രസാദം കൊണ്ടാണോ, അല്ല അലഞ്ഞു നടന്ന് മരിച്ചതിന്റെ ശേഷമാണോ? ത്രിശങ്കുവിന്റെ കഥകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. വ്യാസമഹാശയ, എല്ലാം വിസ്തരിച്ച് പറഞ്ഞാലും എന്ന് രാജാവ് പറഞ്ഞതിനനുസരിച്ച് വേദവ്യാസ മഹർഷി പറയുകയാണ് കഥ. എന്താ കഥ അല്ലേ? മകന്റെ പട്ടാഭിഷേകം കഴിഞ്ഞതറിഞ്ഞ് ത്രിശങ്കു സന്തുഷ്ടനായി ദേവീ ഭജനം തുടർന്നുകൊണ്ടിരുന്നു. ഈ സമയത്ത് കൗശികമുനി തന്റെ തപസ് അവസാനിപ്പിച്ച് ശാന്തനായി തന്റെ ഭാര്യാപുത്രന്മാരെ കാണാനായി ആശ്രമത്തിലെത്തി. ആര്? കൗശികമുനി, വിശ്വാമിത്രൻ അല്ലേ? വളരെ സന്തോഷത്തോടു കൂടിയിരിക്കുന്ന തന്റെ കുടുംബത്തെ കണ്ട് വിശ്വാമിത്രന് വളരെ സന്തോഷമായി. തന്റെ മുമ്പിൽ തൊഴുകയുമായി നിൽക്കുന്ന പത്നിയോട് അദ്ദേഹം ചോദിച്ചു, സുലോചനെ, ഞാൻ പോയതിനു ശേഷം ക്ഷാമകാലമൊക്കെ നിങ്ങൾ എങ്ങനെയാണ് കഴിച്ചു കൂട്ടിയത്? അന്നമില്ലാതെ എങ്ങനെയാണ് ഈ കുട്ടികളെ വളർത്തിയത്? തപസ്സിന് പോയതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഒന്ന് കാണാനും പറ്റിയില്ല. നാടാകെ പട്ടിണിയായെന്നും കേട്ടു ഞാൻ. കയ്യിലൊന്നുമില്ലാതെ ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യും? ഞാനും ആ കാട്ടിൽ വിശപ്പ് കൊണ്ട് വലയുകയായിരുന്നു കേട്ടോ. അല്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു ഞാനും. ഒരു ദിവസം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാലേ, വിശപ്പ് സഹിക്കാതെ ചണ്ടാള ഗൃഹത്തിൽ കയറി പതുക്കെ ആരും കാണാതെ അടുക്കളയിലെത്തി മാംസം വെച്ച പാത്രത്തിന്റെ മൂടി ശബ്ദമില്ലാതെ തുറന്ന് ഭുജിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഗൃഹനാഥൻ എത്തിയാൽ ചോദിച്ചു, ആരാണ് ഈ അർദ്ധരാത്രിയിൽ ആരും അറിയാതെ അകത്ത് കിടന്ന് ഭക്ഷണം എടുക്കുന്നത്? അയാളുടെ ചോദ്യം കൊണ്ട് ഞാൻ ഞെട്ടിപ്പോയി. എന്തിനു പറഞ്ഞു, ഞാനൊരു ബ്രാഹ്മണനാണ്, വിശപ്പ് സഹിക്കാതെ കയറിയതാണ്, കള്ളനായിട്ടാണ് വന്നതെങ്കിലും ഞാൻ ഇപ്പോൾ നിന്റെ അതിഥിയാണ്. നീ ഉണ്ടാക്കിയ മാംസക്കറി ഞാൻ ഭുജിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ആര്? ചണ്ടാളൻ. വിശ്വാമിത്രന്റെ വാക്ക് കേട്ട് ചണ്ടാളൻ പറയുകയാണ്, ബ്രാഹ്മണ ശ്രേഷ്ഠ, പാടില്ല അത്. എന്താ കാരണം? ഇത് ചണ്ടാളന്റെ ഗ്രഹമാണ്. മനുഷ്യ ജന്മം തന്നെ ദുർലഭമായിരിക്കെ അതിൽ തന്നെ ബ്രാഹ്മണ ജന്മം അതിവിശേഷമാണല്ലോ. ലോകമര്യാദ നോക്കണ്ടേ? ഞങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ബ്രാഹ്മണർക്ക് ഭുജിക്കാൻ പാടില്ല എന്നറിയില്ല അങ്ങേക്ക്? 8 തരത്തിലുള്ളവർ ത്യാജ്യന്മാരാണെന്ന് മനുസ്മൃതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഒക്കെ ചണ്ടാളിനെ അറിയാം, മനുസ്മൃതിയൊക്കെ. കർമ്മത്താൽ ത്യാജ്യനായ ചണ്ടാളനാണ് ഞാൻ. ലോഭം കൊണ്ടല്ല, കർമ്മം കൊണ്ട്. ചണ്ടാളനായ ഞാൻ അങ്ങേക്ക് ഭക്ഷണം തരുന്നത് പാപമാണ് താപസ. എന്റെ അടുക്കളയില് ഭക്ഷണം കഴിച്ചാൽ അങ്ങ് ഭ്രഷ്ടനായി പോകൂലേ? അത് പാടില്ല മഹർഷി, അങ്ങ് ഭ്രഷ്ടനാവാൻ പാടില്ല. നീ പറയുന്നതൊക്കെ ശരിയാണ്, നീ ധർമ്മജ്ഞനുമാണെന്ന് എനിക്ക് മനസ്സിലായി. നല്ലൊരു കാര്യം ഞാൻ പറയാം. സ്വന്തം രക്ഷണം ഏതു വിധത്തിലും ചെയ്യണം. ആ പാപങ്ങൾ ഇല്ലാതാക്കാൻ പ്രായശ്ചിത്തവുമുണ്ട്. ആപത്ത് സംഭവിക്കുമ്പോൾ ചെയ്യുന്ന പാപങ്ങൾക്ക് ദോഷവുമില്ല. വിശപ്പ് അനുഭവിച്ചു മരിച്ചാൽ നരകമാണ് ഫലം. അതുകൊണ്ട് കട്ടെടുത്താണെങ്കിലും വിശപ്പടക്കണം എന്നാണ് പറയുന്നത്. മഴയുടെ ദേവൻ ഇന്ദ്രനാണെന്നാണ് പറയുന്നത്. മഴയില്ലാത്തത് കൊണ്ടാണ് ക്ഷാമം വന്നത് തന്നെ. മഴ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പറഞ്ഞ മാത്രയിൽ തന്നെ ഇടിയും മിന്നലോടും കൂടി അതികഠിനമായ മഴ പെയ്തു. ഇത് കണ്ട് ചണ്ടാളിന് സന്തോഷമായി. ഞാനും ചണ്ടാള ഗൃഹത്തിൽ നിന്ന് പോന്നു. എല്ലാ പ്രാണികൾക്കും മഴയില്ലാത്തത് കൊണ്ട് കടുത്ത ക്ഷാമം അനുഭവപ്പെട്ടില്ലേ? അങ്ങനെ കാന്തയെ, നീ എങ്ങനെയാണ് ക്ഷാമകാലം കഴിച്ചു കൂട്ടിയത് എന്ന് ചോദിച്ചു. അപ്പോ വിശ്വാമിത്ര പത്നി പറയുകയാണ്, മുനിസത്തമ,
അങ്ങ് തപസ്സിന് പോയപ്പോഴേ തുടങ്ങി ഇവിടെ ക്ഷാമം. ഉണ്ണാനില്ലാതെ കുട്ടികൾ കരഞ്ഞ് 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 തളർന്നു പോയി. അവരെ കണ്ട് ഞാൻ കാടുതോറും അലഞ്ഞ് നടന്ന് കുറച്ച് അരി കിട്ടി, കുറച്ച് മാംസം, അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഭിക്ഷ പോലും കിട്ടാതായി. എന്തെങ്കിലും കിഴങ്ങുകൾ കഴിക്കാമെന്ന് വെച്ചാൽ മണ്ണിൽ കിഴങ്ങുകളും ഇല്ലാതായി. ചൂട് കൊണ്ട് വരൾച്ച കൊണ്ട് കിഴങ്ങുമില്ല. വിശപ്പ് സഹിക്കാൻ വയ്യാതെ കുട്ടികൾ കരയുന്നത് നോക്കി നിൽക്കാനേ സാധ്യമായുള്ളൂ. അവസാനം ഒരു പണക്കാരന് കുട്ടിയെ കൊടുത്താൽ പണം കിട്ടുമെന്ന് കരുതി ഒരു കുട്ടിയെ വിൽക്കാൻ നോക്കി. കിട്ടുന്ന പണം കൊണ്ട് മറ്റുള്ളവരുടെ വിശപ്പ് മാറ്റാമല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ എൻ്റെ മകനെയും കൊണ്ട് വിൽക്കാൻ ഇറങ്ങി. അതറിഞ്ഞ് അവൻ ഉറക്കെ കരഞ്ഞു. അങ്ങനെ കുട്ടിയെയും കൊണ്ട് പോകുമ്പോൾ സത്യവ്രത രാജർഷിയെ കാണാനിടയായി. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഈ കുഞ്ഞു നീയും എന്തിനാണ് കരയുന്നത് എന്ന്. ഞാൻ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, ദേവി, ഭർത്താവ് വരുവോളം നിങ്ങൾക്കുള്ള ഭക്ഷണം ഞാൻ നിങ്ങളുടെ ആശ്രമത്തിലുള്ള മരത്തിൽ കെട്ടി തൂക്കി വെക്കാം. ഈ കുട്ടിയെ തിരിച്ചു കൊണ്ടുപോയാലും അവന് വിൽക്കണ്ട എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഞാൻ കുഞ്ഞിനെയും കൊണ്ട് തിരിച്ചു പോരുകയും ചെയ്തു പ്രഭു. അന്ന് മുതൽ കുട്ടികൾക്കുള്ള ഭക്ഷണം ഒരു ദിവസം പോലും മുടങ്ങാതെ ഇവിടെ എത്തിച്ചു. എല്ലാ ദിവസവും പന്നിയുടെയോ മാനിന്റെയോ മാംസം കൊണ്ടുവന്ന് ഈ മരക്കൊമ്പിൽ കെട്ടി തൂക്കി വെക്കും. അങ്ങനെ ഞങ്ങളെ കഷ്ടപ്പാടിൽ നിന്ന് ആ രാജാവാണ് രക്ഷിച്ചത്. ഞാൻ നിമിത്തം അദ്ദേഹം ശബ്ദനുമായി തീർന്നു. പാവം. ഒരു ദിവസം ഒന്നും കിട്ടാതെ വന്നപ്പോൾ വസിഷ്ഠന്റെ പശുവിനെ കൊന്ന് അദ്ദേഹവും കഴിച്ചു. ഞങ്ങൾക്ക് കൊണ്ടുവന്നു തന്നു. അതറിഞ്ഞവന് അദ്ദേഹത്തെ ശപിച്ചു. രാജാവ് ത്രിശങ്കുവായും ചണ്ടാളനായും ഭവിച്ചു. നമുക്കൊരു ഉപകാരം ചെയ്തിട്ട് അദ്ദേഹത്തിന് ഇതാണ് കിട്ടിയത്. ഞാൻ കാരണം അദ്ദേഹത്തിന് ചണ്ടാളത്വം ബന്ധപ്പെട്ടതിൽ ഞാനും വല്ലാതെ സങ്കടപ്പെട്ടു. അങ്ങയുടെ തപശക്തി ഉപയോഗിച്ച് അദ്ദേഹത്തെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിച്ചാലും എന്ന് പറഞ്ഞു. പ്രകാരം പറഞ്ഞ പത്നിയെ വിശ്വാമിത്രൻ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ സുന്ദരി, നിന്നെ സഹായിച്ച രാജാവിനെ ഞാൻ എൻ്റെ തപശക്തി കൊണ്ട് ശാപത്തിൽ നിന്ന് രക്ഷിക്കുന്നുണ്ട്. പറയച്ചേരിയിൽ ചണ്ടാളനായി വസിക്കുന്ന ത്രിശങ്കുവിനെ കാണാൻ വിശ്വാമിത്രൻ അങ്ങോട്ട് പോയി. അദ്ദേഹത്തിനെ കണ്ട് ത്രിശങ്കു വിസ്മിതനായി. ത്രിശങ്കു വിശ്വാമിത്രന്റെ കാലത്തിൽ നമസ്കരിച്ചു. മഹർഷി ത്രിശങ്കുവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് പറഞ്ഞല്ലോ, മഹീപാല, ഞാൻ കാരണം നിനക്ക് ശാപം ഏൽക്കേണ്ടി വന്നില്ലേ? അങ്ങക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഇപ്പൊ പറയുന്നു, പിന്നെ വിശ്വാമിത്ര മഹർഷിയുടെ വാക്ക് കേട്ട് ത്രിശങ്കു പറഞ്ഞു, പണ്ട് ഞാൻ വസിഷ്ഠ മുനിയോടൊരു യാഗം ചെയ്തു തരണമെന്ന് പറഞ്ഞിരുന്നു. എനിക്ക് ദേഹത്തോടു കൂടി സ്വർഗത്തിൽ പോകാൻ സാധിക്കണം. അതിന് സാധ്യമാകുന്ന മറ്റുള്ളൊരു യാഗം നടത്തി തരണം. ഇത് പറഞ്ഞപ്പോൾ വസിഷ്ഠ മഹർഷി കോപത്തോടെ എന്നോട് പറഞ്ഞു, ഈ ശരീരത്തോടു കൂടി ഒന്നും സ്വർഗത്തിലേക്ക് പോകാൻ പറ്റില്ല. എങ്കിൽ ഞാൻ വേറെ പുരോഹിതനെ വിളിക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം എന്നെ ശപിച്ചത്. ഇതേ കാരണമല്ലോ ശപിക്കാൻ. അങ്ങനെയാണ് ഞാൻ ചണ്ടാളനായി തീർന്നത്. മഹാമുനെ, അങ്ങ് സർവജ്ഞനാണല്ലോ, എന്റെ വിഷാദം തീർത്തു തരണം എന്ന് പറഞ്ഞു. അപ്പൊ ദുഃഖാർത്ഥനായ രാജാവിന്റെ വാക്കുകൾ കേട്ട് ശാപമോക്ഷത്തിന് പറ്റിയ മാർഗം എന്താണെന്ന് വിശ്വാമിത്ര മഹർഷി ആലോചിച്ചു. അപ്പോ ത്രിശങ്കുവിന്റെ അപേക്ഷ അനുസരിച്ച് വിശ്വാമിത്ര തപോധനൻ യജ്ഞത്തിനുള്ള ഒരുക്കം തുടങ്ങി. മുനിമാരെ ക്ഷണിച്ചു. യാഗോദ്ദേശം മനസ്സിലാക്കിയ മുനിമാരെ വസിഷ്ഠൻ തടുത്തത് കാരണം യാഗത്തിന് ആരും തന്നെ എത്തിയില്ല. ഇതാണ് മഹർഷിമാരുടെ കാര്യം കൂടി. പിന്നെ സാധാരണക്കാരായ നമ്മള് വ്യക്തി വൈരാഗ്യം വെച്ച് നിൽക്കുന്നതിനൊന്നും പ്രത്യേകിച്ച് പറയാനില്ലല്ലോ. ഇത് മഹർഷിമാരാണ്, അങ്ങേയറ്റത്തെ തപോനിഷ്ഠന്മാരായ മഹർഷിമാരാണ്. ഈ തമ്മിൽ വിരോധം, ദേവന്മാര് തമ്മിൽ വിരോധം, എല്ലാരും തമ്മിൽ വിരോധാണ്. അതിലെല്ലാം ഭേദം സാധാരണക്കാരായ നമ്മളാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ യാഗത്തിന് എത്തിയില്ല. ഇത് കണ്ട ആദി പൂണ്ട വിശ്വാമിത്രൻ സത്യവ്രതൻ താമസിക്കുന്ന ആശ്രമത്തിലേക്ക് ചെന്ന് ക്രുദ്ധനായി പറഞ്ഞു, രാജൻ, വസിഷ്ഠൻ തടുത്തത് കാരണം മുനിമാർ ആരും തന്നെ യാഗത്തിന് വരുന്നില്ല. ഞാൻ എൻ്റെ തപശക്തി കൊണ്ട് അങ്ങേ ഉടലോട് സ്വർഗത്തിലേക്ക് അയക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ജലമെടുത്ത് ഗായത്രി മന്ത്രത്തോടുകൂടി നൃപന് നൽകി. അതിൻ്റെ കൂടെ താൻ ആർജിച്ച പുണ്യവും നൽകിയിട്ട് പറഞ്ഞു. വിശ്വാമിത്രൻ, എന്ത് കാരണം? ശത്രുത തന്നെ, മറ്റേയാളോടുള്ള ശത്രുത. രാജർഷേ, അങ്ങയുടെ ഇഷ്ടപ്രകാരം സ്വർഗത്തിലേക്ക് ഗമിച്ചാലും ആര് തടുക്കുന്നത് എനിക്ക് കാണാലോ എന്ന് പറഞ്ഞു. ഞാൻ അനവധി കാലമായി നേടിയ പുണ്യം കൊണ്ട് ലഭിച്ച സുഹൃത്തത്തിന്റെ ഫലമായിട്ടാണ് അങ്ങ്
ഞാൻ ഇത് ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ, സന്തോഷം, അങ്ങ് സ്വർഗത്തിലേക്ക് പോയാലും എന്ന് പറഞ്ഞു. അപ്പൊ വിശ്വാമിത്രന്റെ തപശക്തി കൊണ്ട് സത്യവ്രതൻ മേലോട്ട് പൊങ്ങാൻ തുടങ്ങി. പൊങ്ങി 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 ഇന്ദ്രന്റെ വാസസ്ഥാനത്തേക്ക് എത്താറായപ്പോൾ ചണ്ടാളരൂപനായ സത്യവ്രതൻ ദേവന്മാർ കണ്ടു. അവർ ഇന്ദ്രനോട് പറഞ്ഞു, എന്താ ഈ ചണ്ടാളനെ പോലെ ഒരാൾ ഇതാ സ്വർഗത്തിലേക്ക് വരുന്നു. ഇന്ദ്രൻ നോക്കിയപ്പോൾ തൃശങ്കുവാണ് വരുന്നതെന്ന് മനസ്സിലായി. ഇന്ദ്രൻ ചോദിച്ചു, ചണ്ടാല, നീ എന്തിനാണ് സ്വർഗത്തിലേക്ക് വരുന്നത്? ഇങ്ങോട്ട് വരുവാൻ പാടില്ലെന്ന് നിനക്കറിയില്ലേ? വേഗം ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു പോവുക. ഇത് കേട്ട് തൃശങ്കു ഭൂമിയിലേക്ക് തന്നെ പോരാൻ തുടങ്ങി. ഇതാ ഞാൻ താഴേക്ക് പതിക്കുകയാണ് മഹർഷി എന്ന് ആർത്തനായി വിളിച്ചു പറഞ്ഞു. അപ്പൊ തൃശങ്കു എന്തു പറഞ്ഞു? താഴോട്ട് പോരുന്നത് കണ്ട കൗശികൻ നിൽക്ക നിൽക്ക എന്ന് പറഞ്ഞു. വിശ്വാമിത്രന്റെ തപശക്തി കൊണ്ട് സത്യവ്രതൻ വാനിൽ തന്നെ നിന്നു. കൗശികൻ മന്ത്രം ജപിച്ച് പുതിയൊരു സ്വർഗം സൃഷ്ടിക്കാൻ തുടങ്ങുന്നത് കണ്ട് ഇന്ദ്രൻ വിശ്വാമിത്ര സന്നിധിയിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് ബ്രഹ്മൻ, എന്താണ് ചെയ്യുന്നത്? അങ്ങ് എന്തിനാണ് കോപിക്കുന്നത്? അങ്ങക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാലും 2 സ്വർഗം ഉണ്ടാവണ്ടെന്ന് ചോദിച്ചു ഇന്ദ്രൻ. ഇന്ദ്രന്റെ വാക്കുകൾ കേട്ട് മുനി പറഞ്ഞു, ഇന്ദ്ര, സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറക്കിയില്ലേ, ആ ഇറക്കിയ നൃപേന്ദ്രനെ സ്വർഗലോകത്തേക്ക് തന്നെ കയറ്റി വിട്ടാലും. വിശ്വാമിത്രന്റെ തപശക്തിയെ പറ്റി നല്ലപോലെ അറിയുന്ന ഇന്ദ്രൻ കുറച്ച് ശങ്കിച്ചാണെങ്കിലും സമ്മതം നൽകി. ശ്രേഷ്ഠമായ ഒരു വിമാനത്തിൽ ദിവ്യദേഹം പൂണ്ട നൃപേന്ദ്രനെ ഇരുത്തിയ ശേഷം വിശ്വാമിത്രൻ സ്വന്തം ആശ്രമത്തിലേക്ക് തിരിച്ചുപോയി. അദ്ദേഹം ആ വൃത്തികെട്ട രൂപമൊക്കെ മാറ്റി കൊടുത്തു, ദിവ്യദേഹം ഉണ്ടാക്കി കൊടുത്തു. ഏത് വിശ്വാമിത്രൻ. ഇന്ദ്രൻ ത്രിശങ്കുവിനോടുകൂടി സ്വർഗത്തിലേക്ക് ഗമിക്കുകയും ചെയ്തു. അപ്പൊ പിതാവിന്റെ സ്വർഗഗമനവും വിശ്വാമിത്രൻ ചെയ്ത ഉപകാരവും കേട്ട് ഹരിശ്ചന്ദ്രൻ സന്തോഷവാനായി സുന്ദരിയായ ഭാര്യയോടുകൂടി അയോധ്യാധിപതിയായി വാണു. കാലം കുറെ കഴിഞ്ഞിട്ടും ഹരിശ്ചന്ദ്രന് പുത്രഭാഗ്യം ഉണ്ടായില്ല. 4 പൊട്ടത്തരം കാണിക്കാൻ അതിഹേമനായിപ്പോയി അദ്ദേഹം. വസിഷ്ഠഗുരുവിന്റെ സമീപം ചെന്ന് പുത്രനുണ്ടാവാൻ എന്ത് കർമ്മമാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ആ പുത്രന് സ്വർഗപ്രാപ്തി ഇല്ലെന്നറിയാമല്ലോ. അങ്ങും എന്നെ ത്യജിക്കുകയാണോ? ഒരു കുഞ്ഞിനെ ലാളിക്കാൻ സാധിക്കുന്നത് ഒരു ഭാഗ്യം തന്നെയല്ലേ മഹർഷി, അതിനെ അനുവദിക്കണം, എനിക്കതിനിടവരുത്തണം എന്ന് പറഞ്ഞു. അപ്പൊ ഹരിശ്ചന്ദ്രന്റെ സങ്കടാവസ്ഥ കണ്ട് എന്ത് ചെയ്യണമെന്ന് വസിഷ്ഠൻ ആലോചിച്ചു. അപുത്രത ഏറ്റവും വലിയ ദുഃഖം തന്നെയാണ് രാജൻ. വരുണദേവനെ പ്രസാദിപ്പിക്കുക മാത്രമേ ഇതിന് മാർഗമുള്ളൂ. സന്താനലബ്ധിക്ക് ആശ്രയിക്കാൻ വരുണനെ പോലെ മറ്റൊരു ദേവനില്ല. കാര്യസിദ്ധിക്ക് ആ ദേവനെ തന്നെ ഭജിക്കുക. ദൈവബലവും പുരുഷപ്രയത്നവും കൂടിയേ കഴിയൂ. എന്ത് കാര്യത്തിനും പരിശ്രമം വേണം, അല്ലാതെ വെറുതെ ആവില്ല. തപോധനായ ഗുരുവിന്റെ വാക്കുകൾ കേട്ട് ഹരിശ്ചന്ദ്ര രാജാവ് കാശിയെ തപസ് ചെയ്യാൻ ഗംഗാതീരത്തെത്തി. പത്മാസനസ്ഥനായി തപസ് തുടങ്ങി. കഠിന തപസ്സിലേർപ്പെട്ട രാജാവിന്റെ മുമ്പിൽ വരുണദേവൻ പ്രത്യക്ഷനായി പറഞ്ഞു, രാജൻ, അങ്ങയുടെ തപസ്സിൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു. രാജാവ് പറയുകയാണ്, വരുണദേവ, ഋണത്രയത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ എനിക്ക് പുത്രഭാഗ്യം തരണം. അപുത്രത കൊണ്ട് ദുഃഖിക്കുന്ന രാജാവിനോട് വരുണദേവൻ പറഞ്ഞു, നിന്റെ ആഗ്രഹം പോലെ ഉത്തമനായ ഒരു പുത്രൻ പിറക്കുകയാണെങ്കിൽ എനിക്കെന്താണ് തിരിച്ചു നൽകുക? മകനെ യജ്ഞ പശുവാക്കി യജ്ഞം ചെയ്യാമെന്ന് വാക്ക് തന്നാൽ അങ്ങയുടെ ആഗ്രഹം സാധിച്ചു തരാം. അത് ഉള്ളതും ഇല്ലാത്തതും കണക്കന്നല്ലേ. എന്താ ഇത് കഥ? ഹരിശ്ചന്ദ്രൻ പറഞ്ഞു, ദേവ, എന്തായാലും അപുത്രത ഇല്ലാതാവട്ടെ. ഞാൻ എൻ്റെ മകനെ യജ്ഞ പശുവാക്കി യജ്ഞം നടത്താം, ഇത് സത്യം. വളരെ 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 കഷ്ടമല്ലേ ഈ പറഞ്ഞത്? വരുണൻ പറഞ്ഞു, അങ്ങേക്ക് അധികം താമസിയാതെ പുത്രനുണ്ടാവും. എന്നോട് ചെയ്ത സത്യം തെറ്റിക്കാതിരിക്കുക. വരുണദേവന്റെ വാക്കുകൾ കേട്ട് സന്തോഷവാനായ രാജാവ് കൊട്ടാരത്തിലെത്തി. പത്നിയോട് നടന്ന വൃത്താന്തങ്ങളൊക്കെ പറഞ്ഞു. ഹരിശ്ചന്ദ്രൻ അതിസുന്ദരിയായ 100 ഭാര്യമാരുണ്ടായിരുന്നു. 1, 2, 3 അല്ലാട്ടോ, 100 ഭാര്യമാര്. ആ പത്നിമാരിൽ ശിബിയുടെ പുത്രിയായ രാജ്ഞി കുറച്ചു നാൾക്കുള്ളിൽ ഗർഭിണിയായി. രാജാവ് ഗർഭസംസ്കാര കർമ്മങ്ങളൊക്കെ വിധിപ്രകാരം ചെയ്തു. ശുഭലഗ്നത്തിൽ രാജ്ഞി ദേവതുല്യനായ ഒരു പുത്രന് ജന്മം നൽകി. രാജാവ് ബ്രാഹ്മണന്മാരെ ക്ഷണിച്ചു വരുത്തി ജാതകർമ്മങ്ങൾ ചെയ്ത് ധാരാളം ദക്ഷിണയും നൽകി സന്തോഷപൂർവ്വം യാത്രയാക്കി. പുത്രൻ ലഭിച്ചതിനാൽ രാജാവ് വളരെ വളരെ സന്തുഷ്ടനായി. ബാലന്റെ ജന്മോത്സവം ആഘോഷമായി കൊണ്ടാടി. ഇന്ന് ആഘോഷം കൊണ്ടാടട്ടെ.
നമുക്ക് ആ പുത്രജനനത്തിലുള്ള സന്തോഷം നമുക്ക് നാളെ എല്ലാവർക്കും കൂടി പങ്കെടുക്കാം. ഇന്നിപ്പം ഭഗവത്പാദത്തിൽ സമർപ്പിക്കാം.